ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമ്മൾ ആമ്പല്ലൂരുള്ള കല്ലൂര് കാലയൂര് അടുത്തുള്ള ക്ലബ്ബ് പാം ബ്രീസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് വന്നേക്കാണ്. ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, ജിം ഉണ്ട്, ബാസ്കറ്റ് ബോൾ ഉണ്ട്, പാർക്ക് ഉണ്ട്. പാർക്ക് ഇപ്പൊ പൊളിച്ചിട്ട് പുതിയത് പണിയാൻ പോവാണ് കേട്ടോ. അപ്പൊ ജോജു റിങ്ങിൽ കയറിയപ്പോ അവൻ വീഴാൻ പോയി. ഇങ്ങനെയാണ് ശരിക്കും റിങ്ങിൽ കയറുക. പക്ഷെ ഞാനും റോസും റിങ് താഴെ ഇങ്ങനെ വെച്ചിട്ട് അതിനുള്ള കാലിട്ടിട്ടാണ് കയറണത്. പിന്നെ പപ്പ ആൻ്റപ്പനെ നീന്താൻ പഠിപ്പിക്കുകയാണ്. പിന്നെ ഞങ്ങൾ കളിച്ചു, ചിരിച്ചു, ഉല്ലസിച്ചു, എല്ലാം ചെയ്തു. പിന്നെ നമ്മളുടെ ഇത്തിരി റൂൾസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൂളിലൊന്നും ചെയ്യാൻ പാടില്ല. ഒരു ഷവറിൽ കുളിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി കുളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ഹാറ്റ്, തലയിലിരിക്കണ ആ ഒരു തൊപ്പി കോമൺ ആയിട്ട് ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് അഡീഷണൽ ആയിട്ട് മേടിക്കണം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവരാവുന്നതാണ്. അതുപോലെ ഒരു ഗ്ലാസ് ഉണ്ട്, അത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇത് നിർബന്ധമാണ്, ഇതെന്തായാലും വെക്കണം. നൈലോന്റെ ഡ്രസ്സാണ് ഇടേണ്ടത്, കോട്ടന്റെ ഡ്രസ്സ് പാടില്ല. നൈലോന്റെ ബ്രാൻഡ് ഡ്രസ്സാണ് നമ്മൾ ഈ പൂളിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഇടേണ്ടത്. അങ്ങനെ എല്ലാവരും ഈ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ, റോസു, ആൻ്റപ്പൻ, ഞങ്ങൾക്കൊക്കെ ഇത്തിരി ഹൈറ്റ് കുറവ് കാരണം ഇതുപോലത്തെ റിങ്ങിലാണ് ഇരിക്കണേ. ജോജോ, റിതിൻ, പപ്പ, അച്ഛൻ, ഇവർക്കൊക്കെ ഇത്തിരി ഹൈറ്റ് കൂടി കാരണം അവർക്കൊക്കെ എത്തും. അപ്പൊ അവരൊക്കെ നിന്നിട്ടുമാണ് ചെയ്യുന്നത്. മമ്മിയും അപ്പാപ്പനും ഇറങ്ങിയില്ല. അപ്പൊ മമ്മിയും അപ്പാപ്പനും വീഡിയോ എടുത്തോണ്ടിരിക്കുക കേട്ടോ. ഞങ്ങളവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ കുട്ടികളൊക്കെ മുങ്ങാനൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവരുടെ കൂടെ പോയി മുങ്ങണ, ഇംഗ്ലീഷൊക്കെയാണ് സംസാരിക്കണേ. അങ്ങനെ പിന്നെ പപ്പ എന്നെ നീന്താൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ വരുമ്പോ ഞാൻ മാറിപ്പോകും, കാരണം അച്ഛൻ വരുമ്പോ മുക്കും. സാധാരണ മുങ്ങിയിട്ടാണ് നമ്മൾ പഠിക്കണ്ടേ. മുങ്ങിയിട്ട് എത്ര നേരം നിക്കാൻ പറ്റുന്നൊക്കെ നമ്മൾ പഠിക്കണല്ലോ. നീന്താൻ പഠിക്കണം, മുങ്ങാൻ എത്ര നേരം, ഒത്തിരി നേരം നിക്കാൻ വേണ്ടി പഠിക്കണം. അപ്പം അതൊക്കെയാണ് ചെയ്തത്. അച്ഛൻ ദേ അറ്റത്ത്, പാപ്പ ദേ അറ്റത്ത് പോട്ടോ. ഞങ്ങളൊക്കെ ഈ സൈഡിലാണ്. പപ്പയെ അറ്റത്ത് പോയിട്ടോ. അറ്റത്ത് ആരും പോയത് കാലെത്തില്ല കേട്ടോ. നമ്മുടെ പപ്പ ഇത്തിരി ഹൈറ്റ് കൂടെ എല്ലാം തോന്നണു, അതുകൊണ്ടായിരിക്കും പപ്പയ്ക്ക് എത്തിയത്. എന്നിട്ട് അച്ഛൻ ആൻ്റപ്പനെ നീന്താൻ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തൊക്കെ പപ്പ എന്നെ പഠിപ്പിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ മമ്മി അപ്പാപ്പനും എല്ലാവരും കളിച്ചോണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാരും കൂടി ഫോട്ടോ എടുക്കാനാണ്. ഇതൊരു ടിക്കറ്റാട്ടോ. ഇതിൽ നോക്കിയിട്ടാണ് നമ്മൾ 100 രൂപയ്ക്കാണ് ഒരാൾക്ക് കയറാനൊക്കെ ആയിട്ട്. എല്ലാവരും കളിച്ചോണ്ടിരിക്കുകയാണ്. രാത്രിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ക്ഷീണിച്ചു കേട്ടോ. ഞാൻ അവിടെ ആ ഒരു മഞ്ഞയില് കളിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പൂളിൽ കളിച്ച് ഉല്ലസിച്ച് നമ്മളതേ പോവാണ്. നല്ല അടിപൊളിയാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് ട്രൈ ചെയ്യാം. റോസ് കണ്ണാടി വെച്ചിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ഓഫീസാണിത്. ഇതിൻ്റെ അപ്പുറത്തായിട്ടാണ് നമ്മുടെ പാർക്ക് ഉണ്ടായിരുന്നത്. അപ്പം അത് പൊളിച്ചു. വേറെ എന്തോ ഒരു അടിപൊളി സംഭവം അവിടെ വരുന്നുണ്ട്. പാർക്ക് തന്നെയാന്ന് തോന്നണു, വലിയ ഒരു പാർക്ക് തന്നെയാന്ന് തോന്നണം. പിന്നെ നമ്മൾ താറ്റൊക്കെ പറഞ്ഞ് ഈ ഒരു ക്ലബ്ബ് പാം ബ്രീസ് ഇറങ്ങാണ്. പിന്നെ നമ്മളിതേ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്.
പിന്നെ നമ്മൾ കണ്ടൊരു കാഴ്ചയാണ്, ഞാൻ വെറുതെ വീഡിയോ എടുത്തൊക്കെയാന്ന് വിചാരിച്ചു. ഇതുപോലത്തെ ഒരു ബൈക്കില് ചാരിക്കാനുള്ള എല്ലാ സെറ്റപ്പും ആയിട്ടുള്ള ഒരു ബൈക്ക്. അപ്പം അത് കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം ഞങ്ങൾ അതൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്തതാട്ടോ. പിന്നെ നമ്മൾ പതിവ് പോലെ മസാല ദോശ കഴിക്കാൻ പോയി. മമ്മി പപ്പൊക്കെ മസാല ദോശയും എനിക്ക് പൊറോട്ടയും മതി എന്ന് പറഞ്ഞപ്പം അത് വാങ്ങിച്ച് നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടലാണ് കയറിയത് കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഹോട്ടലിൽ പോകുമ്പോൾ ഒരു പിങ്ക് കളറിലുള്ള ചൂടുവെള്ളമാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ് ആ വെള്ളം. മമ്മി വാങ്ങിച്ചത് നെയ്റോസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ അപ്പം എൻ്റെ വെള്ളം കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഫുഡ് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.